പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലെന്താ പരിപാടി? ഒന്നുമില്ല, നമ്മൾ നീരാടാൻ വന്നതാണ്. നല്ല ഫോട്ടോ വേണോ? മൊബൈൽ എടുത്ത് അടുത്തതായി ഷബിയുടെ കുളിസീൻ ഷബിയുടെ കുളിസീൻ കണ്ടോ മക്കളെ? നമ്മ പൂളിലേക്ക് പോയാന്ന് ഇനിയൊന്നും പറയാനില്ല. ഇനി ഇതാ തോർത്തലിട്ടിട്ട് പോവുകയാണ് പൂളിലേക്ക്. എടാ ഇറങ്ങി കേട്ടാ ആൾക്കാർ. തണുപ്പ് വന്നിട്ടാ എങ്ങനെ ഇറങ്ങല് എങ്ങനെ ഇറങ്ങല്? അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലെന്താ പരിപാടി? ഒന്നുമില്ല, നമ്മൾ നീരാടാൻ വന്നതാണ്. സർഷ നീരാടുന്നില്ല? ഇങ്ങനെ ഇറങ്ങുന്നില്ല? പൂളിലിറങ്ങുന്നില്ല? നല്ല മസാല കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല മസാല. പിന്നെ പൂളിലേക്ക് നടന്ന് നീങ്ങുകയാണ്. പൂളിലേക്ക് എല്ലാടും എന്താടാ എടാ മുങ്ങൂടാ. അത് മുങ്ങും, ഉറപ്പായിട്ട് മുങ്ങും. ആ ചക്കൻ എന്ത് ലുക്കടാ, ചെക്കൻ ലുക്കിട്ടാ. എടാ ആഴുണ്ടാ? കാല് മുട്ടുന്നുണ്ടോ അതിനകത്ത്? അത്രേ ഇല്ല അല്ലേ? ഓ പിന്നെ അറിഞ്ഞൂടാന്നാ. നോക്കി പിടിച്ചേ. ആ സെറ്റ്. ഇപ്പൊ ഒരു മഴയും കൂടെ പെയ്തിനും കണ്ടല്ലോ. എല്ലാരും എടുക്കുന്നൊരു പോസാടാ. വിരിച്ചട്ട പോസ്. വാ ഇറങ്ങ്. നിങ്ങൾ ഒരാള് വാറാ. നേരത്തെ കാലത്തെ ഇറങ്ങ പോട്ടെ. എല്ലാരും അല്ല ചെക്കൻ ഇറങ്ങിയില്ല നമ്മളെ. ചെക്കൻ ഇറങ്ങി. ഡേ ബാടേ എടാ പാർട്സ് എവിടെ വെച്ചിനി? ആ ചിക്കൻ പാർട്സ് ഫ്രിഡ്ജിലാ. അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ അന്ന് സാധനം പാർസൽ അല്ല. നടക്ക് കമാൺ മൂടി പോസിറ്റെല്ലാം വരുന്നുണ്ട്. എങ്ങനെ കീയല് പറഞ്ഞാല് ആദ്യം ആ ചെരുപ്പൂരി ഇവിടെ വെക്കട്ടോ. ആദ്യം കളിയുണ്ടോ ഇവിടെ? കളിയുണ്ടോ? ദേവർക്കൊണ്ട പാത്തം പതിങ്ങിയും വരുന്നേ. ഓ അതിന് ഇതും അറിയില്ല. പറ എന്തോ പറയണോ? അതായത് നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമാണ് ഇത്. അപ്പൊ സർഷാദ് ഇടുന്നാ മതി. സർഷാദ് പോണ്ട. അപ്പൊ നീന്തൽ അറിയുന്ന നമ്മളെ പോലത്തെ വലിയ ആൾക്കാർക്ക് അവിടെ മുങ്ങിയിട്ട് ആദ്യം അവിടത്തേക്ക് എത്തുന്ന ആൾക്കാണ് മാർക്ക്. ഓക്കെ. അപ്പൊ നമ്മളെ രതീഷ് ഒരു മത്സരം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് മുങ്ങിയിട്ട് ഫസ്റ്റ് അവിടെ എത്തണം. അപ്പൊ ദേവർകൊണ്ടായ രതീഷ് ഓരി. ഓക്കെ. എന്നാ അറ്റത്തേക്കോ ആ അറ്റത്തുനിന്ന് വിട്ടാ മതി. മുങ്ങിട്ടാണോ പൊന്തിട്ടാണോ? എങ്ങനെ നിങ്ങൾ എങ്ങനെ മുങ്ങിട്ട് പോകുന്നോ? മുങ്ങിട്ടാണല്ലേ? ആ ആദ്യം മുങ്ങാണ്ടാണ്. I am the referee. Okay, referee. Ready? 1, 2, 3 പറയണം. Okay. I just asking. Okay, ready? 1, 2, 3. Yeah! ഒരു തോറ്റ് പത്ത് സർച്ചാതെ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ടൗസർ ഇട്ടോണ്ടാണ് ജയിച്ചത്. മിസ്റ്റർ ഓരി പാന്റ് ഇട്ടോണ്ടാണ് തോറ്റെന്നാ പറയുന്നത്. ഇറങ്ങുന്നില്ലേ? ബാ കമോൺ. യെസ് റെഡി അല്ലേ? We ready to swim. ബാ മോനെ.
ഞാനാ പറയുന്നേ. പറ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷർഷാദും അതുപോലെ തന്നെ ഷെബി ദേവർകൊണ്ട ഇവർ രണ്ടാളുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എണ്ണാൻ തുടങ്ങുന്നത്. ഇവർ ആദ്യം എണീക്കുന്ന ആൾ 2ാം സ്ഥാനമായിരിക്കും, ലാസ്റ്റ് എണീക്കുന്ന ആൾക്ക് 1ാം സ്ഥാനമായിരിക്കും. റെഡി 1 2 3. 1 2 3 4 5 6 7 8 9 10. താങ്കളാ വിജയിച്ചു. അങ്ങനെ സംഭവം നിന്നാ ഗ്ലാസ് പറ്റി മൂക്കിട്ട് ആ സംഭവം ഗ്ലാസ് മൂക്കിനോട് കയറി പിന്നെ ശ്വാസം കേൾക്കാനില്ല. ആ സംഭവം ശ്വാസം കേൾക്കാൻ കഴിയുന്നില്ല. അവളിച്ച് ആലക്കോടില്ലേ എന്താന്ന് നല്ല ഫോട്ടോ വേണോ? മൊബൈൽ എടുത്തിട്ടില്ല ഞാൻ എടുക്കാം. അടിപൊളി. എല്ലാം നാളെ എടാ അവിടെ അല്ലടാ ആട് ഊഞ്ഞാലിലെടുത്തിണ്ടാ. അടുത്തതായി ഷെബിയുടെ കുളിസീൻ ഷെബിയുടെ കുളിസീൻ കണ്ടോ? അത് മതിയല്ലേ ഈ കുളിക്കാകാന്നല്ലേ? കണ്ടോ? ഇതാണ് ഷെബിയുടെ കുളിസീൻ. നോക്കി എങ്ങോട്ട് നോക്കിയേ, മുഖം നോക്കട്ടെ. ആ കണ്ടോ, കയ്യിലും പറക്കുന്നുണ്ടേ കണ്ടോ? വെറച്ചോണ്ട് എടുക്കുന്നത് നല്ല കോടയാട്ടെ. കോട ഉണ്ടോ? കോട ഭയങ്കര നല്ല അടിപൊളി കോടയാട്ടോ. ബയ്യെ കാണിച്ചേക്കാം.